ഇപ്പൊ അന്നത്തേലും ഇന്നത്തേലും എന്താ ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് പറയുമ്പോ എന്താ കാണുന്നത്? നന്നായോ അല്ലെങ്കിൽ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം? അന്ന് പിന്നെ VM കുട്ടി മാഷിന്റെ ടീമിൽ ആദ്യമായിട്ട് പാട്ടിന് പോകുമ്പോ എന്റെ കയ്യിൽ 25 ഉറുപ്പിയില്ല. ബസ്സിന് 25 രൂപയാണ് അന്ന്. അടുത്ത വീട്ടിൽ നിന്ന് 25 രൂപ വായ്പ വാങ്ങി. എന്നിട്ട് പോയി. അവിടുന്ന് മാഷ് ഇന്ന് അവിടെ എത്തി, അവിടെ നിന്ന് നാളെ പരിപാടിക്ക് പോയി, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നിന്ന് പിറ്റേന്നാണ് അയക്കുക. അന്നത്തെ പ്രതിഫലം 100 രൂപയാണ്. ആദ്യമായിട്ട് കിട്ടിയ പ്രതിഫലം 100 രൂപയാണ് അന്ന് കിട്ടണത്. ഈ 100 രൂപയിൽ നിന്ന് 25 രൂപ വായ്പ വാങ്ങിയെടുത്തും കൊടുത്ത് 25 രൂപ പിന്നെ എന്താണ് തിരിച്ചു വരുമാനുള്ള വണ്ടിക്കും ബാക്കി 50 ഉണ്ട്. ഈ 50 25 ഉമ്മാക്ക് കൊടുത്തു. ബാക്കി 25 രൂപനെ കൊണ്ട് ഞാൻ നന്നായി. ആ 25 രൂപയാണ് ഇവിടെ 25 ലക്ഷം വാങ്ങിക്കുന്ന ഇരിക്കണ ഞാൻ. 25 രൂപ ആണ് എന്നെ ഇന്ന് ഇവിടം വരെ എത്തിച്ചത്. ആ 25 രൂപ അവിടെ സ്വരൂപിച്ച് വെച്ചിട്ട് എന്റെ ബസ് യാത്ര. പിന്നെ പോകുമ്പോ അവിടെ പൈസ കിട്ടുമല്ലോ. പിന്നെ അസീസ്തായിന്റെ ഗ്രൂപ്പിലൊക്കെ പോകുമ്പോ അന്ന് അങ്ങനെയാണ്, അവർക്കും പൈസ ഉള്ളൂ. അവര് നമ്മളെ പറ്റിച്ചതല്ല, അവർക്ക് അത്ര കാശുള്ളന്ന്. ഇന്ന് പറയാണ് സിന്നത്തെ പരിപാടിക്കരാ എത്ര പൈസ, എനിക്ക് ഇത്ര 25,000 30,000 ആ തരാ വരോ. അന്ന് അങ്ങനെയില്ല. അന്ന് എന്ന് പറഞ്ഞാൽ ചെറിയ 25 രൂപ, ഒരു 100 രൂപ കിട്ടാം. അസിസ്തായിന്റെ സ്റ്റുഡിയോയില് അന്ന് ഞങ്ങൾ പാടുമ്പോ 125 രൂപയ്ക്കാണ്. 125 രൂപ ഡെയിലി കിട്ടും. രാവിലെ ഒരു 8 മണിക്ക് കയറി വൈകുന്നേരം വരെ പാടണം. അത് കഴിഞ്ഞ് നമ്മ പ്രോഗ്രാമിന് പോകും. അസിച്ചാക്കും അത്രേ കിട്ടുള്ളൂ. അന്ന് 125 രൂപ നല്ല പൈസ. ആ 125 രൂപ വാങ്ങുന്ന സമയത്താണ് ഞാൻ വളവട്ടണം 8 സെന്റ് സ്ഥലം വീട് എടുത്തത്. അടിപൊളി. അന്ന് അങ്ങനെയാണ്. ഒരു 8 സെന്റ് സ്ഥലവും ഒരു വീട് ആദ്യമായിട്ട് വീട് വാങ്ങിച്ച ഒരു അസറ്റ്. അതന്നെ. അത് തറവാടായിരുന്നു ഉമ്മാന്റെ. അപ്പൊ അത് കുണ്ടും കുഴിയൊക്കെ ഉണ്ട് നേരം. പണ്ടേത്തല്ലേ ഇവിടെ ചായ വെക്കുമ്പോ ചായ കുണ്ടില്ല. എപ്പോഴും ചിന്തിക്ക് പഠിച്ചോരെ ഒരു നല്ല സിമെന്റ് നിറയുള്ള ചായ വെക്കാൻ പറ്റിയ. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഇന്ന് റബ്ബ് ഏറ്റവും നല്ല വീട്, നല്ല ഫോർച്യൂണർ കാറ്, നല്ല എന്താ പറയാ എല്ലാം കൊണ്ട് സൗകര്യം, നല്ല ഡ്രസ്സ്. അതുകൊണ്ട് ഈ ജീവിതത്തിൽ ഞാൻ വന്ന ഇതില് കുറെ കഷ്ടപ്പെട്ടത് കൊണ്ട് എന്റെ മുമ്പിൽ നിൽക്കുന്ന പാട്ടുകാർക്കും അങ്ങനത്തെ ഉള്ളവർക്കൊന്നും ഞാൻ ഒന്നും ചെയ്യൂല. പാടിയ പൈസ 100 പേര് അധികം കൊടുക്കൂല. ചില സമയത്ത് മാത്രം. ഭയങ്കര പിഷ്കത്തിയാ. സത്യാണ്. ഞാൻ പറയും കള പറയണില്ല. എന്തിനാ കള അറിയണേ? ഞാൻ നിങ്ങളെ മുമ്പിൽ കള പറഞ്ഞാൽ എന്നെ കാണുന്ന റബ്ബ് മേലോട്ടുണ്ട്. ഇവിടുന്ന് എണീക്കുന്നതിന്റെ മുന്നേ പഠിച്ചു ചിലപ്പോ എനിക്ക്. പക്ഷെ ഞാൻ കണ്ടറിഞ്ഞിട്ട് ഇന്നലെ ഒരു പരിപാടിക്ക് പോയപ്പോ 100 രൂപ കുറഞ്ഞു. നീ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 100 രൂപ കുറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ആ 100 രൂപ എവിടെയെന്ന് ചോദിച്ചു. ഞാൻ അവരോട് ചോദിച്ചു വാങ്ങി. പക്ഷെ ആ 100 രൂപ എനിക്ക് വേറെ ഒരു നല്ല കാര്യത്തിന് എനിക്ക് ചെലവാക്കാൻ പറ്റും. ഞാൻ എന്തിനു വിട്ടു കൊടുക്കണേ? അതേ സ്ഥാനത്ത് ഞാൻ ഇന്നും അറിഞ്ഞും അറിയാതെയും നോക്കുന്ന 2-3 ഫാമിലികളുണ്ട്. ഇപ്പം ഞാൻ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടീനെ പാലക്കാട് ഞങ്ങളെ വീട്ടിൽ വെച്ചിട്ട് തന്നെ 2.5 വർഷം ആ കുട്ടി എൻ്റെ വീട്ടിൽ നിന്നാണ്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. എൻ്റെ മക്കളോട് പറഞ്ഞിരുന്നു, വസിയത്ത് പോലും പറഞ്ഞിരുന്നു. ഇപ്പൊ ചിലപ്പോൾ അവരിത് കാണും. എൻ്റെ ചങ്ങരങ്ങളൊരു വീടുണ്ട്, അത് വിറ്റാലും ഇനി അപ്പിൻഷല്ല വീടിന് നിങ്ങൾ അവകാശം എടുക്കുമ്പോഴും ഇത്ര ഒരു തുക നിങ്ങൾ അവകാശിയായിട്ട് അതിലേക്ക് ഞാൻ ഏത് കാലം നിങ്ങൾ ഇത് എന്ത് ചെയ്യുന്നോ അവൾക്ക് കൊടുക്കണം. ആ ഒരു ഏറ്റവും വസിയത്ത മാത്രമാണ് എനിക്ക് അവരോടുള്ളൂ. കാരണം 2.5 വർഷം അവൾ എൻ്റെ സ്വന്തം മോളായി കൊണ്ട് നടന്നാണ്. അതുകൊണ്ട് മറ്റു പാട്ടുകാർ ചിലപ്പോൾ പറയും നമ്മളെ മക്കളെ കല്യാണത്തിന് വന്നിട്ട് സീന്താത്ത ഒന്ന് നിങ്ങൾ അധ്വാനിക്കുന്നുണ്ടല്ലോ എന്നെ പോലെ. ഞാൻ ഇതുപോലെ അധ്വാനിച്ചിട്ട് എൻ്റെ മോളെ കല്യാണം കഴിപ്പിച്ചിനി. ഞാൻ ആരോട് എൻ്റെ മോളെ കല്യാണത്തിന് ഒരു മനുഷ്യനോട് ഞാൻ ഒരു 100 രൂപ വാങ്ങിയിട്ടില്ല. മൂസക്ക തന്നിന് 1000 രൂപ. ആ 1000 രൂപ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. മടക്കാൻ പാടില്ല പറഞ്ഞു മൂസക്ക. ഇപ്പോഴും ഉണ്ട്.